വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് സെക്കൻഡ് പാർട്ടിലെ 8ാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം. ചലനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റമാണ് ചലനം. സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റമാണ് എന്ത്? ചലനം എന്ന് പറയുന്നത്. ഇനി എന്താണ് നിശ്ചലാവസ്ഥ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് എന്ത്? നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി എന്നാണ് നോക്കാം. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കൂ, അല്ലേ? അങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു അടിസ്ഥാന വസ്തുവിനെ എന്ത് പറയുന്നു? റെഫറൻസ് ബോഡി അഥവാ അവലംബക വസ്തു എന്ന് പറയുന്നു. അപ്പോൾ ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് എന്ത്? അവലംബക വസ്തു. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നേർരേഖാ ചലനമാണ്, ലീനിയർ മോഷൻ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ എന്ത് പറയുന്നു? നേർരേഖാ ചലനം എന്ന് പറയുന്നു. ഭ്രമണ ചലനം നോക്കാം. റൊട്ടേഷണൽ മോഷൻ എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി വസ്തുക്കൾ ചലിക്കുന്നതിനെ ഭ്രമണ ചലനം എന്ന് പറയുന്നു. വർത്തുള ചലനം എന്താണ്? സർക്കുലർ മോഷനാണ്, അല്ലേ? വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ഇപ്പോൾ ഇവിടെ 6ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഡെഫിനേഷനേ കൊടുത്തിട്ടുള്ളൂ. വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വർത്തുള ചലനം എന്താണ്? വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ. ദോലനം അഥവാ ഓസിലേഷൻ എന്താണ്? തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയ ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനത്തെ ദോലനം എന്ന് പറയുന്നു. ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. കമ്പനം അഥവാ വൈബ്രേഷൻ എന്താ? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയുന്നു. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനം. ശബ്ദവും കമ്പനവും. കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദമുണ്ടാകുമ്പോഴും അതിന് കാരണമായി എന്തെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനഭേടകത്തിലെ സ്വരതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതമുണ്ടാകുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങൾ എന്താ കമ്പനം ചെയ്യുന്നത്? ഡയഫ്രം. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം. അപ്പോൾ ഓടക്കുഴൽ, ഹാർമോണിയത്തിൽ വായു കമ്പനം ചെയ്യുന്നു. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം കമ്പനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏത് സൗണ്ട് ഉണ്ടാകുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട്? അതിന് കാരണമായിട്ടൊരു കമ്പനം നടക്കുന്നുണ്ടെന്ന് ഓർക്കുക. ബലവും ചലനവും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശാമാറ്റത്തിനും എന്താണ്? ബലം പ്രയോഗിക്കണം. അപ്പോൾ ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് എന്ത് ചെയ്യണം? ബലം പ്രയോഗിക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ വളരെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററാണ് മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടെന്ന് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശിയുടെ ആഹാരശീലമാണ് പറയുന്നത്. അതായത് ഇത് നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ബേസിക്കായിട്ട് അറിയേണ്ട, അതായത് പണ്ടൊക്കെ ആഹാരശീലങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വലുതായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അടുത്താണ് വയോജനങ്ങൾക്കൊപ്പം. അപ്പൂപ്പനോടും അമ്മയോടും കഥ പറഞ്ഞിരിക്കാനായി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരുടെ ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയവർക്ക് പറയാനുണ്ടായിരിക്കും. വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. അവരുമായി സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ വർഷവും ഒക്ടോബർ 1 ഉണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫാക്റ്റ് അവിടെ കിട്ടിയിരിക്കുന്നത്, അല്ലേ? എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നു. വയോജന ദിനങ്ങൾ എന്നാണ്? അപ്പോൾ വയോജന ദിനം എന്നാണെന്ന് നമുക്ക് കിട്ടി? ഒക്ടോബർ 1. അപ്പോൾ നമ്മുടെ ആരോഗ്യം ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഹാരശീലങ്ങളും ജീവിതശൈലിയും ഒക്കെ വ്യത്യാസപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ ഏതൊക്കെയാണ്? പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം, വറുത്തെടുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം, പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം, ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം, ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുക, സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക. ഒരു ജനറൽ അവയർനെസ് പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട്. ഉയരവും തൂക്കവും നമുക്കറിയാമല്ലേ, വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ത്? ഉയര തൂക്ക പരിശോധന അഥവാ ബോഡി മാസ് ഇൻഡെക്സ് BMI. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം. ഭാരത്തെ ഉയരം ഇൻറ്റു ഉയരം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഒന്നാമത്തെ കുട്ടിക്ക് 25 കിലോഗ്രാം ഭാരവും 120 സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ BMI നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ടാണ് അത് എങ്ങനെയാണ് ഭാരക്കുറവാണോ ശരിയായ ഭാരമാണോ അതോ അമിതവണ്ണമാണോ എന്നൊക്കെ മനസ്സിലാക്കുക. അതിനൊരു റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. BMI 18.5 കുറവാണ് എങ്കിൽ അത് ഭാരക്കുറവിനെ കാണിക്കുന്നു. അതുപോലെ 18.5ഉം 24.9 ആണെങ്കിൽ ശരിയായ ഭാരമാണ്. 25 to 29.9 ആണെങ്കിൽ അമിതവണ്ണമാണ്. 30 മുതൽ 34.9 വരെ പൊണ്ണത്തടി, ഒന്നാം ഘട്ട പൊണ്ണത്തടിയും. 35 to 39.9 ആണെങ്കിൽ രണ്ടാം ഘട്ട പൊണ്ണത്തടിയുമാണ്. 40ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടി മൂന്നാം ഘട്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റേഞ്ച് എങ്ങാനും ചോദിച്ചാലോ, അതായത് ലീസ്റ്റ് ഏതാണോ അതുപോലെ ഹയസ്റ്റ് ഏതാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. 18.5 കുറവാണെങ്കിൽ ഭാരക്കുറവും, 40ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടി മൂന്നാം ഘട്ടവുമാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മൾ റീൽസ് കണ്ട് മൊബൈലിൽ നോക്കി കിടക്കുന്നു, രാത്രി അധികം വൈകാതെ കിടക്കുന്നു. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൂടെ ഉണ്ടാവുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കക്കുറവുണ്ടാകും, അതുപോലെ കാഴ്ച പ്രശ്നങ്ങൾ, സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാകും, ഉത്കണ്ഠ, ശരീരഭാരം കൂടും, വിശപ്പില്ലായ്മ, ക്ഷീണമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി കുട്ടികൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നൊരു കാര്യമാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നൊരു കുറിപ്പ് വായിക്കുകയെന്ന്. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശാരീരിക കോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണെന്ന് പറയുന്നു. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ഉറക്കവും. ഉറക്കത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഉറക്ക ഹോർമോൺ ഏതാണത്? മെലാട്ടോണിൻ അല്ലേ? ജൈവ ഘടികാരം എന്നൊക്കെ അറിയപ്പെടുന്നത് മെലാട്ടോണിനാണ്. അതിൻ്റെ ഉൽപ്പാദനം എപ്പോഴാണ് കൂടുന്നത്? രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ട് ഉണ്ടാകാമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോർമോണിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഉറക്ക ഹോർമോണാണ് മെലാട്ടോണിൻ. അതായത് പീനിയൽ ഗ്രന്ഥിയാണ് ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് പ്രമേഹം എന്നുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 100 മില്ലി രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 to 100 മില്ലിഗ്രാമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗത്തെ എന്ത് പറയുന്നു? പ്രമേഹം, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നു. പ്രമേഹ രോഗങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് വെച്ചാൽ നിത്യേന എന്ത് ചെയ്യുക? വ്യായാമം ശീലമാക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക, അതുപോലെ പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് ഇൻസുലിനും പ്രമേഹവും എന്നുള്ളൊരു ബോക്സ്. അപ്പോൾ ഇത് നമുക്ക് വായിക്കാം. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ്. അതെന്താ ചെയ്യുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. പിഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലൗഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. അപ്പോൾ ഇൻസുലിൻ ഹോർമോൺ എന്ത് കണ്ടെത്തി? 1921 ആര് കണ്ടെത്തി? പിഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലൗഡും.
ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയെ എന്ത് പറയുന്നു? ടൈപ്പ് 1 പ്രമേഹം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ, അതെന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കൊണ്ട്. അതാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിലല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. അത് സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ് സാധാരണയായിട്ട് കാണുന്നത്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവയ്ക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാം. അപ്പോൾ ജീവിതശൈലി രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് 2 ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെ എന്തോരം ക്വസ്റ്റ്യൻസാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിനാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ഇൻസുലിൻ കണ്ടെത്തിയത് എന്താണ്? 1921 ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലോയിഡുമാണ്. അപ്പോൾ അതിൽ 2 രീതിയിലുള്ള പ്രമേഹം ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എങ്ങനെ ഉണ്ടാകുന്നു? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1. അത് കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നു. അത് എന്ത് ചെയ്യണം? അത് പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവയ്ക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ഉപയോഗിക്കാതെ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്നൊരവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞാൽ. അത് ഒരു ജീവിതശൈലി രോഗമാണ് അല്ലേ? സാധാരണയായിട്ട് കണ്ടുവരുന്ന ടൈപ്പ് 2 പ്രമേഹമാണ്. നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചാൽ നമുക്കത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു രോഗമാണ്, മിക്കവരും കണ്ടുവരുന്ന രോഗമാണ് എന്ത്? ബ്ലഡ് പ്രഷർ അല്ലേ? BP. അതെന്താണെന്ന് കൂടി നോക്കാം. രക്തസമ്മർദ്ദം. രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. സിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120-80 mmHg റീഡിംഗ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. അപ്പോൾ രക്തസമ്മർദ്ദം അളക്കുന്ന ഒരു ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. അതിൻ്റെ ഒരു കറക്റ്റ് റീഡിംഗ് എത്രയാണ്? 120-80 അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്? പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം. ഇനിയുള്ളൊരു രോഗമാണ് കൊളസ്ട്രോൾ. മൊത്തം കൊളസ്ട്രോൾ 200 mg ഇത് താഴെ ഉള്ളതാണ് ശരിയായ അവസ്ഥ. അപ്പോൾ 200 എന്നുള്ള ഒരളവാണ് എന്ത്? കൊളസ്ട്രോളിൻ്റെ ശരിയായ അവസ്ഥ. കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നിങ്ങനെ 2 തരമുണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാവുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൾനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല കൊളസ്ട്രോളാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്താണ്? ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമുക്ക് എന്തൊക്കെ കഴിച്ചാൽ അത് കിട്ടും എന്നുള്ളതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാവാനിടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ എന്താണ് ജീവിതശൈലി രോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇത് പ്രധാനമായിട്ടും അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങളോ, വ്യായാമക്കുറവ്, അതുപോലെ അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണ്. ചെറുപ്പം മുതലേ ശരിയായ ജീവിതശൈലി പിന്തുടർന്നാൽ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ കഴിയും. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമല്ലോ. അവരുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്തി ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിത മർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് ചോദിച്ചാൽ ക്യാൻസർ, ഹൃദ്രോഗം, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിത സമ്മർദ്ദം, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ.
ഇതിൻ്റെ ഫലമായിട്ട് മറ്റ് പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാവുന്നതിനോ കാരണമാവുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൈവശം വയ്ക്കുന്നതും. നമുക്ക് പ്രതിജ്ഞയെടുക്കാം ആരോഗ്യകരമായ ജീവിതത്തിന് ലഹരി വസ്തുക്കളോട് നോ പറയുമെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. കാരണം നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇതല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുൻപ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കൂടെ ഇതിൻ്റെ തുടർച്ചയായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക് യു.